ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി ടി വി സീരീസിന്റെ സീസൺ 1 അതിലെ 19ാമത്തെ എപ്പിസോഡാണ്. മുമ്പത്തെ എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പറഞ്ഞു വെച്ചിരിക്കുന്നില്ല, നമുക്ക് നേരെ ഡോക്ടർ സ്റ്റോണിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഹ്യൂഗനെ തപ്പി നമ്മൾ ഇത്രയും ദൂരം വന്നത്. ഹ്യൂഗയുടെ മേളിൽ എന്ത് തരത്തിലുള്ള സ്പെഷ്യാലിറ്റി ആണ് ഉള്ളത്? സുക്കാച്ചി ആണെങ്കിൽ ഹ്യൂഗനെ റിവൈവ് ചെയ്യുകയാണ്. ഹ്യൂഗ 3700 ഫ്യൂച്ചറിലാണ് നീ ഇപ്പോൾ വേൾഡിൽ, നിന്റെ സ്കിൽസ് ഒക്കെ എനിക്ക് ആവശ്യമാണ്. ഒന്നുപോലെ ചപ്രി മാസ്ക് വിട്ട ഈ നാറിയാണോ വലിയ സ്ട്രോങ് ആയിട്ടുള്ള ആൾ? ഞാൻ പണ്ട് വളർത്തുന്ന കൊക്ക് പോലെ ഉണ്ട്. അവരെല്ലാരും കൂടെ നമ്മുടെ ഹ്യൂഗനെ കളിയാക്കിയാണ്. എന്നാൽ നമ്മുടെ ഹ്യൂഗയാണെങ്കിൽ അവരെല്ലാരും വളരെയധികം ഈസി ആയിട്ട് തന്നെ അടിച്ച് തറയിലിടുകയാണ്. ആടുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗെന്നിന് മനസ്സിലാക്കിയാണ് ഹ്യൂഗ വളരെയധികം സ്ട്രോങ് ആണെന്നുള്ള ഒരു കാര്യം. ഫൈറ്റ് ചെയ്യാൻ ഒരുപാടധികം ഇഷ്ടമാണ്. ഞാൻ ആരുടെ കൂടെ വേണമെങ്കിലും ഫൈറ്റ് ചെയ്യും, പക്ഷെ നിങ്ങളുടെ കൂടെ മാത്രം ഞാൻ ഫൈറ്റ് ചെയ്യത്തില്ല. നിങ്ങളാണ് എപ്പോഴും സ്ട്രോങ് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ വെച്ച് തന്നെ ടീം അപ്പ് ആകുകയാണ്. നമ്മുടെ സുക്കാട്സ ആണെങ്കിൽ നമ്മുടെ ഹ്യൂഗനെയും കൂടെ തന്റെ ബേസിലേക്ക് കൊണ്ടിരിക്കുകയാണ്. സുക്കാട്സന്റെ ബേസ് നമ്മളെ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. സുക്കാട്സന്റെ ഉള്ളിലുള്ള പ്ലാനിനെ കുറിച്ചെല്ലാം നമ്മുടെ ഹ്യൂഗനോട് പറയുകയാണ്. വേൾഡ് അല്ല, ഇത് ന്യൂ എറയാണ്. ലോകം വേറൊരുത്തനും വിട്ടുകൊടുക്കത്തില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു, വീട്ടുകാര്യത്തിന് വേണ്ടി തന്നെ ഒരുപാടധികം കാശ് ഞാൻ ചിലവാക്കി. പുതിയ ലോകത്ത് കാശിന്റെ ഒന്നും ഒരു ആവശ്യവുമില്ല എന്ന് നമ്മുടെ സുക്കാട്സ പറയുകയാണ്. കൂളായിട്ടുള്ള ആളിനെയാണ് എനിക്കിഷ്ടം എന്നാ പെൺകുട്ടിയും പറയുന്നു. ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മുടെ സുക്കാട്സയോട് വളരെയധികം നല്ല രീതിയിൽ തന്നെയുള്ള റെസ്പെക്ട് ആണ്. സുക്കാട്സ വളരെയധികം കാമായിട്ടുള്ള ആളായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും അവനെ റെസ്പെക്ട് ചെയ്യുകയാണ്. ചിൽഡ്രൻസിനെ മാത്രമാണ് എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആഗ്രഹം. അല്ലെങ്കിൽ പണ്ടത്തേനെ പോലെ തന്നെ ഗൺസും യുദ്ധവും എല്ലാം കൂടെ വരും. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ലോകം എങ്ങനെയായിരുന്നു അത് തന്നെ സംഭവിക്കും. വാർ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധ്യതകളുണ്ട്. ഈ സംഭവം തന്നെയാണ് ഞാനും ചെയ്യണമെന്ന് വിചാരിക്കുന്നത് എന്ന് നമ്മുടെ ഹ്യൂഗയും പറയുകയാണ്. ഫ്രണ്ട് ഉണ്ട്, ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സേക്കോ. ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള സയൻസ് അവന്റെ കയ്യിലുണ്ട്. എല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കും. അവനെ ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെയാണ് കൊന്നത്. വേണ്ടി എന്റെ കൈ തന്നെ ബലി കൊടുക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണ് എന്ന് നമ്മുടെ സുക്കാട്സ പറയുകയാണ്. സുക്കാട്സ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സേക്കു വളരെയധികം ബുദ്ധിശാലിയാണെന്ന് നമ്മുടെ ഹ്യൂഗയ്ക്ക് മനസ്സിലാവുകയാണ്. നമ്മൾ വിജയിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുക്കാട്സയുടെ ആർമിയൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. വളരെയധികം ബുദ്ധിശാലി തന്നെയാണ്. നീ കട്ടാണ ഗൺസ് എല്ലാം യൂസ് ചെയ്യും. ഡിസ്ട്രാക്ഷൻ വേണമല്ലോ. അവർ നോക്കുന്ന സമയത്തായിരുന്നു ഒരു കാര്യം കാണുന്നത് തന്നെ. ആ വില്ലേജ് ആണെങ്കിൽ ആരും ഒരാൾ പോയി തീ വെച്ചിരിക്കുന്നു. പെട്ടെന്ന് എല്ലാവരും ഇങ്ങോട്ട് വരാൻ വേണ്ടി നമ്മുടെ റൂറി പറയുകയാണ്. റൂറിയുടെ വീടും അതുപോലെ തന്നെ വില്ലേജും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. സോ ആ പാലമാണെങ്കിൽ ഒരു പെണ്ണ് കത്തിച്ച് കളയുകയാണ്. ഞങ്ങളെല്ലാം ചെയ്തത് ആ പെണ്ണായിരുന്നു. വലിയൊരു തന്ത്രശാലിയുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. അത് ചെയ്യുന്നത് പോലെ വന്നിട്ട് അങ്ങ് ചാടി രക്ഷപ്പെടുകയാണ്. അവളുടെ കൊഹാക്കു ആണെങ്കിൽ അവളെ ഓടിപ്പോയി ആക്രമിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇതൊന്നും രക്ഷപ്പെട്ടു. അത് മാത്രമല്ല എല്ലാ ആൾക്കാരുടെ കയ്യിൽ നിന്നും വളരെയധികം ഈസി ആയിട്ട് തന്നെ രക്ഷപ്പെട്ടു. മുഴുവനായിട്ട് തന്നെ തീ പിടിച്ചിരിക്കുന്നു. വില്ലേജ് എല്ലാം മുഖ്യം, ആൾക്കാരുടെ ജീവനാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെല്ലാവരും രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ സേക്കു ആൾക്കാരെ എല്ലാത്തിനെയും തൽക്കാലം തന്നെ ഷെഡിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്രോം എല്ലാവരും വിളിക്കുകയാണ്. അത് തന്നെ നമ്മുടെ റൂറി അപ്പുറത്തെ സൈഡിലാണ്. സേക്കുള്ള സ്ഥലത്തിലേക്ക് ബാക്കിയുള്ള എല്ലാ ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശക്തി കാണിച്ചു കൊടുക്കാനുള്ള സമയമായി. സുക്കാട്സ ആർമി പറയുകയാണ്, നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അവർ ഒരുപാടധികം സ്ട്രോങ് ആണ്. ഒരുത്തനെ നമുക്ക് ഹോസ്റ്റേജ് ആയിട്ട് എടുത്താൽ നമുക്ക് ഉറപ്പായിട്ടും അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി ആൾക്കാർ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ കൊഹാക്കു പറയുന്ന സമയത്ത് നമ്മുടെ ജീവനോടെ പുറകിലോട്ട് ഓടി പോവുകയാണ്. ആ തീ വിടുന്ന പെണ്ണ് അങ്ങോട്ട് വരുന്നത്. അവിടെ ഒരു തീ ഇടുകയാണ്. കൊഹാക്കു ആണെങ്കിൽ ആക്രമിക്കാൻ പോകുന്ന സമയത്ത് അവൾ അവിടെ നിന്ന് ഓടി പോവുകയാണ്. ആണെങ്കിൽ കൊച്ചുനാൾ മുതലേ ഓരോ കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. വർഷങ്ങൾ എടുത്തെടുത്ത് സയൻസ് നിർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിലും ഇപ്പൊ നശിക്കാൻ വേണ്ടി പോവുകയാണല്ലോ. ഞാനതിന് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വീക്കാണെങ്കിൽ പേടിച്ചിട്ടാണെങ്കിലും അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം തന്നെ നമ്മുടെ ഹ്യൂഗയും അതുപോലെ തന്നെ ആ തീ വിടുന്ന പെണ്ണ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. സ്വീക്കാണെങ്കിൽ സുക്കാട്സ ആർമിനെ ഡിസ്ട്രാക്ട് ചെയ്ത് ഇടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. സോ കൊഹാക്കുവിന് മനസ്സിലാക്കുകയാണ് ആ ഹോട്ട് സ്പ്രിംഗ് ഉള്ള സ്ഥലത്തിലേക്കാണ് നമ്മുടെ സ്വീക്ക് അവരെ കൊണ്ടുപോകുന്നത്. എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉള്ള സ്ഥലത്താണ്. പോയിസൺ ഗ്യാസ് ഉണ്ടെന്ന് നമ്മുടെ സ്വീക്കയ്ക്ക് അറിയത്തില്ല. നേരത്തെയായിരുന്നു നമ്മുടെ സ്വീക്കെ സുക്കാട്സ ആർമി അങ്ങോട്ട് പോകുന്നത്. ഇതിന് ഹ്യൂഗയും തീ വിടുന്ന പെണ്ണുമുണ്ട്. ഗ്യാസ് വരുന്ന സമയത്തായിരുന്നു ഓടി വന്ന കൊഹാക്കു പെട്ടെന്ന് തന്നെ നമ്മുടെ സ്വീക്കിനെ എങ്ങനെ രക്ഷപ്പെടുത്തുന്നത്. മാസ്ക് വെച്ചില്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ മരിച്ചു പോയെന്ന് നമ്മുടെ കൊഹാക്കു പറയുന്നു. സുക്കാട്സ ആർമി എന്ത് പോയിസൺ ഗ്യാസോ എന്ന് പറഞ്ഞിട്ട് പേടിച്ചിരുന്ന ഒരു മരത്തിന്റെ മണ്ടക്കേക്ക് കയറുകയാണ്. ഇവന്മാർക്കൊന്നും ദേ ഇല്ല, കൂട്ടുകാരനെന്നോ അച്ഛനെന്നോ ഒരു രീതിയിലുള്ള ദൈവമില്ല. ഇതെല്ലാം നിന്റെ പരിപാടിയല്ലേ, നീ എന്താ ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നത്? തന്നെയാടാ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ഞാൻ തന്നെയാണ്. എന്റെ കൂടെ കളിക്കാൻ വന്ന ഇനി എന്റെ കയ്യിൽ പോയിസൺ ഗ്യാസ് ഉണ്ട്, ഇത് വെച്ച് നിന്നെയൊക്കെ ഇല്ലാതാക്കി കളയും ഞാൻ. നമ്മുടെ സേക്കു പറയുകയാണ്. എന്നിട്ട് നമ്മുടെ കൊഹാക്കുവിനെ സ്വീക്കാനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ സേക്കു പോവുകയാണ്. 10 മില്യൺ സെക്കൻഡ്സിനുള്ളിൽ അവിടെ പോയിസൺ വന്നിരിക്കും. സൂക്ഷിച്ചോ. കാലഘട്ടത്തിൽ പോയിസൺ ഗ്യാസ് വരുന്ന രീതിയിലുള്ള ടെക്നോളജികൾ ഇതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്ന് നമ്മുടെ ഹ്യൂഗ മനസ്സിൽ വിചാരിക്കുകയാണ്. നിന്നെ കൊണ്ടൊക്കെ ഒരു ഗുണം ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് സുക്കാട്സ ആർമിക്കകത്തിൽ ഒരു മെമ്പറിനെ അടിച്ച് തറയിലിടുകയാണ്. തന്നെ അങ്ങോട്ടൊരു പോയിസൺ ഗ്യാസ് വന്നിട്ട് അവരെല്ലാരും കൊന്നു കളയുകയാണ്. മാസ്ക് ഉള്ളത് കൊണ്ട് തന്നെ അവർക്കൊന്നും പറ്റത്തില്ല. കിങ്ഡം ഓഫ് സയൻസിന്റെ കയ്യിൽ ഒരുപാടധികം ശക്തിയുണ്ട്. നമ്മളിൽ നിന്ന് ഒരുത്തൻ പോലും മരിച്ചിട്ടില്ല. ഇത് തന്നെയാണ് നമ്മുടെ അഡ്വാൻറ്റേജ്. നീ ഒരുപാടധികം ധൈര്യശാലിയാണ്.
പറയുകയാണ്, നീ ഒരു മിടുക്കം കുട്ടി തന്നെയാണ് സേക്കു, നിന്റെ കയ്യിൽ ഒരുപാടധികം ശക്തിയുണ്ട്, അതുകൊണ്ട് തന്നെ ആൾ ബലം വെച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഇല്ലാതാക്കിയിരിക്കും. നമ്മുടെ ഹ്യൂഗ പറയുകയാണ്, അടുത്ത് എന്ത് ചെയ്യണമെന്ന് നമ്മുടെ സ്വേക്കയും ചിന്തിക്കുന്നു. ഇതെല്ലാം വീണ്ടും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പൊ ജീവനോടുണ്ടെന്ന് ഇപ്പൊ സുക്കാട്സയ്ക്ക് മനസ്സിലായി. ഇനി നീ എന്ത് ചെയ്യും? കുറച്ചുകൂടെ ആൾ ബലം വേണം, പക്ഷെ അതിന് നമ്മുടെ കയ്യിൽ നൈട്രിക് ആസിഡ് ഇല്ല, ഫ്ലൂയിഡ്, നമുക്ക് അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ശരിയാണ്, നമ്മുടെ കയ്യിൽ ഒരുപാട് ഗൺസ് ഒക്കെ ഉണ്ട്, പക്ഷേ എത്ര പേരുണ്ട് ആ ഗൺസ് ഷൂട്ട് ചെയ്യാനൊക്കെ. ഗൺസൊക്കെ ഇനി ഒരുപാട് സമയമുണ്ട്, അവൻ ഇനി ആൾക്കാരെ റിവൈവ് ചെയ്യും. നമ്മുടെ ഗെന്ന് നമ്മുടെ സേക്കുവിനോട് പറയുകയാണ്, ഇങ്ങനെയൊക്കെ നീ പറയുകയാണ്, നമ്മൾ ഇനി എന്ത് ചെയ്യും? ജീനറോ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സേക്കു പറയുകയാണ്, നമ്മളായിരിക്കും ഇനി അവനെ ആദ്യം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ ഒരുപാട് ആളുകളില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും എന്ന് നമ്മുടെ കൊഹാക്കു ചോദിക്കുന്ന സമയത്താണ് ഞാനൊരു പുതിയ വെപ്പൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അഡ്വാൻസ്ഡ് വെപ്പൺ. ന്യൂക്ലിയർ ബോംബിനെ കുറിച്ചാണോ പറയുന്നത് എന്ന് നമ്മുടെ ഗെൻ ചോദിക്കുന്ന സമയത്തല്ല, അതിനെക്കാട്ടിൽ വിഷയമായിട്ടുള്ള ഒരു സാധനം നമ്മുടെ ലോകത്തുണ്ട്. അതിനുവേണ്ടി നമ്മൾ സ്മാർട്ട് ഫോൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കോളേജ് കാലത്ത് സ്മാർട്ട് ഫോണോ? ഇത് സ്മാർട്ട് ഫോണോ? അതെന്ത്? മാഗ്മ സേക്കുവിനോട് ചോദിക്കുന്നു. സേക്കു ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അവൻ പറഞ്ഞ നമുക്ക് ദൂരെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന്. വളരെയധികം വിഷയമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞ് എല്ലാ ആൾക്കാരും ഞെട്ടുകയാണ്. നമുക്ക് ഹെൽപ്പ് ആകുമെന്ന് പറഞ്ഞ് നമ്മുടെ കൊഹാക്കു ചോദിക്കുന്ന സമയത്ത് എനിമീസ് ഈസ്റ്റ് സൈഡിലുണ്ട്, അറ്റാക്ക് ചെയ്സേക്കു. നമ്മുടെ ആർമീസ് എല്ലാം ഈസ്റ്റ് സൈഡിലേക്ക് പോകേണ്ടതാണ്. കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്താൽ നമുക്ക് എനിമിയുടെ മൂവ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സുഗാട്സയുടെ അടുത്ത് ഇപ്പൊ നമുക്കൊരു സ്പൈ ഇല്ല, നമ്മുടെ കൂടെയാണല്ലോ. അല്ല, ഓൾറെഡി അവിടെ 2 സ്പൈസ് ഇപ്പോഴും ഉണ്ട്, ഐജു ആൻഡ് യൂസൂറിയ. ഇക്കാലത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് തൈജു കുറെ നേരം കിടന്ന് അലച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, സോ അത് പണിയാൻ വേണ്ടിയുള്ള ഒരു റൂട്ട് മാപ്പ് തന്നെ നമ്മുടെ സേക്കു വരയ്ക്കുകയാണ്. സ്മാർട്ട് ഫോൺ അല്ല, പകരം ഒരു ഫോൺ മാത്രമാണ്. ഇത് വളരെയധികം രസമുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ക്രോം അവിടെ കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം പാടുപിടിച്ച ഒരു പരിപാടിയാണ്. ഇതുവരെ ഇത് പണിയാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മുടെ ഗെൻ പറയുക. ഓരോ കാര്യവും നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്താൽ നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ സേക്കു പറയുകയാണ്, ഇനി നമ്മുടെ കൂടെ അല്ല, അത് മാത്രമല്ല വില്ലേജേഴ്സ് ഒക്കെ ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻസ് ടെക്നിക്സ് എല്ലാം പഠിച്ചു. കാരണം ഒന്നേ ഉള്ളൂ, സേക്കു ഇപ്പഴും ജീവനോടുണ്ട്. ഇന്ന സമയത്ത് തന്നെ നമ്മുടെ സുക്കാട്സ് ഞെട്ടുകയാണ്. ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. സ്റ്റോണേജ് കാലത്തിൽ സ്മാർട്ട് ഫോൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സേക്കു. മാത്രമല്ല നമ്മുടെ സുക്കാട്സ് ഒക്കെ ഇപ്പൊ മനസ്സിലായി നമ്മുടെ സേക്കു ജീവനോടുണ്ട്. മാത്രമല്ല സേക്കുവിനെ ഇനി സുക്കാട്സ് ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സേക്കു ആണെങ്കിൽ സുക്കാട്സിനെ ആക്രമിക്കാൻ വേണ്ടി തീരുമാനമിട്ടിരിക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു വലിയ വാർ തന്നെ ആയിരിക്കുമോ? നമുക്കത് കാത്തിരുന്ന് തന്നെ കാണാം. ആണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് തന്നെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കുക. സോ അരിഗാത്തോ.